وبركاته. الحمد لله الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ സ്വീകരിക്കുമാറാകട്ടെ. അവൻ്റെ മുത്തഖീങ്ങളിലും മുഖ്ലിസീങ്ങളിലും ഇഷ്ടദാസന്മാരിലും അല്ലാഹു നമ്മയും നമ്മുടെ കുടുംബാദികളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിൻ്റെ കൃത്യമായ നിയമങ്ങളും നിയമാവലികളും അല്ലാഹുവിൻ്റെയും അവൻ്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെയും നിർദ്ദേശങ്ങളും കൽപ്പനകളും നമ്മുടെ ജീവിതത്തിൽ കൃത്യമായി പാലിച്ചുള്ള ശരിയായ വിശ്വാസിയായി അല്ലാഹു തആല നമ്മെവരെയും സ്വീകരിക്കുമാറാകട്ടെ. ആദരവായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കലേക്ക് മഹാനായ അബൂദർദ റളിയല്ലാഹു തആല അൻഹുവിൻ്റെ ഭാര്യ ഒരു പരാതിയുമായി കടന്നു വരികയാണ്. അബൂദർദ റളിയല്ലാഹു തആല അൻഹുവിൻ്റെ ഭാര്യ നബി തങ്ങളുടെ അടുക്കലേക്ക് കടന്നു വന്നിട്ട് പറയുന്നു, നബിയെ, എൻ്റെ ഭർത്താവാകുന്ന അബൂദർദ അദ്ദേഹം മുഴുവൻ സമയങ്ങളിലും ഇബാദത്ത് മാത്രമാണ് അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം. കുടുംബകാര്യങ്ങളോ അദ്ദേഹത്തിൻ്റെ മറ്റ് ഭൗതികമായ താല്പര്യങ്ങളോ എന്ന് മാത്രമല്ല, എന്നോടുള്ള താല്പര്യമോ ഒന്നും അബൂദർദയിനില്ല നബിയെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അബൂദർദ റളിയല്ലാഹു തആല അൻഹു വിളിപ്പിച്ചു. ഇവിടെ നാം മനസ്സിലാക്കേണ്ടത്, സ്വാഭാവികമായിട്ടും ഇബാദത്ത് മാത്രമാണ് നമ്മുടെ ലക്ഷ്യമെന്ന് ചിന്തിക്കുന്ന പലരും ഉണ്ടാവും. അല്ലെ, കുടുംബകാര്യം നോക്കണ്ട, അല്ലെ, ഭാര്യയെ നോക്കണ്ട, മക്കളെ നോക്കണ്ട, എങ്ങനെ ചിന്തിക്കുന്ന ഓരോരുത്തരും ഉണ്ടാകും. എപ്പോഴും നോമ്പ്, എപ്പോഴും ഇബാദത്ത്, നിസ്കാരം, വീടുമായി ഒരു ബന്ധവുമില്ല. അപ്പൊ ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്ന പലരും ഉണ്ടാകും. അല്ലാഹുവിന്റെ ഹബീബായ നബി തങ്ങളുടെ അടുക്കലേക്ക് അബൂദർദ റളിയല്ലാഹു തആല അൻഹുവിന്റെ ഭാര്യ വന്നിട്ട് പരാതി പറയുന്നു, നബിയെ, എൻ്റെ ഭർത്താവിന് എന്നോടൊരു താല്പര്യവുമില്ല റസൂലേ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അബൂദർദ റളിയല്ലാഹു തആല അൻഹുവിനെ വിളിച്ചിട്ട് പറഞ്ഞു, യാ അബൂദർദ, ഇന്ന ലി റബ്ബിക അലൈക ഹഖ. നിനക്ക് നിന്റെ റബ്ബിനോട് ഹക്കുകളുണ്ട്, കടമകളുണ്ട്, അത് നീ പാലിക്കൽ നിർബന്ധമാണ്. എന്ന് പറഞ്ഞാൽ അള്ളാഹു നമ്മോട് കൽപ്പിച്ച കൃത്യമായ ഇബാദത്തുകൾ, അവന്റെ കൃത്യമായ കൽപ്പനകൾ അനുസരിച്ചുള്ള ജീവിതം, അപ്പൊ അള്ളാഹുവിനോട് നീ കാണിക്കേണ്ട കൽപ്പനകൾ, കൃത്യമായും നീ പാലിക്കേണ്ട കടമകൾ, അത് നിന്റെ നിർബന്ധമായ കാര്യമാണ്. അതുപോലെ വലി നഫ്സിക അലൈക ഹഖ, അള്ളാഹുവിനോട് നിനക്ക് കടപ്പാട് ഉള്ളതുപോലെ തന്നെ നിന്റെ ശരീരത്തിനോടും നിനക്ക് കടപ്പാടുകളുണ്ട്. രോഗം വന്നാൽ ചികിത്സിക്കണം, അതിനു വേണ്ട ട്രീറ്റ്മെന്റും കാര്യങ്ങളും ഒക്കെ ചെയ്യണം. അള്ളാഹു എല്ലാം കുറച്ചു തരും എന്ന് പറഞ്ഞു നടക്കുന്ന വിശ്വാസിയല്ല. ദീൻ പഠിപ്പിച്ചതാണ്, ഒരു അസുഖം വരുമ്പോ, രോഗം വരുമ്പോ അതിന് വേണ്ട ട്രീറ്റ്മെന്റ് ചെയ്യണമെന്നുള്ളത് ഇസ്ലാമിന്റെ കൽപ്പനയാണ്. ഞാനൊന്നും ചെയ്യില്ല, എനിക്ക് അള്ളാഹു കുറച്ചു തരും എന്ന് പറയുന്നത് മടയത്തരമാണ്. ഇസ്ലാം അങ്ങനെ പഠിപ്പിച്ചിട്ടുമില്ല. പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം നമ്മോട് കൽപ്പിക്കുന്നത് തന്റെ ശരീരത്തിനോടുള്ള കൃത്യമായ കടപ്പാടുകൾ അവൻ പാലിച്ചിരിക്കണം. അവൻ ശുദ്ധി വരുത്തേണ്ട കാര്യങ്ങൾ ശുദ്ധിയായി കൃത്യമായി ശുദ്ധി പാലിച്ചിരിക്കണം, കുളിച്ചിരിക്കണം. അവന്റെ ശരീരത്തിന്റെ നഖവും അതുപോലെ തന്നെ അനാവശ്യമായ നീക്കം ചെയ്യേണ്ട ഭാഗങ്ങളും പിന്നെ മുടി പോലുള്ള കാര്യങ്ങളൊക്കെ നീക്കം ചെയ്തിരിക്കണം. വൃത്തിയോടുകൂടി നടക്കണം, തല ചെയ്യണം. ഇതൊക്കെ വിശുദ്ധ ഇസ്ലാം ഒരു ശരീരത്തിനോട് കൽപ്പിച്ച കാര്യമാണ്. അപ്പൊ മഹാനായ അബൂദർദ റളിയല്ലാഹു തആല അൻഹുവിനോട് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, യാ അബൂദർദ വലി നഫ്സിക അലൈക ഹഖ, നിന്റെ ശരീരത്തിനോടും നിനക്ക് ചില ബാധ്യതകളുണ്ട്, ആ ബാധ്യതകൾ വീട്ടിൽ നിനക്ക് നിർബന്ധമാണ്. വലി അഹ്ലിക അലൈക ഹഖ, അബൂദർദ, നിന്റെ കുടുംബക്കാരോടും നിനക്ക് ബാധ്യതകളുണ്ട്. നിന്റെ മക്കൾക്ക് നീ ഭക്ഷണം കൊടുക്കണം, നിന്റെ ഭാര്യയുടെ കാര്യങ്ങൾ നീ നോക്കണം, അവർ ശ്രദ്ധിക്കണം, അവരുടെ കുടുംബകാര്യങ്ങളിൽ മുഴുവനും ഇടപെടണം. ഇത് നിന്റെ ബാധ്യതയാണ്. നിന്റെ കുടുംബക്കാരോട് നിനക്ക് ബാധ്യതയുണ്ട്, അത് നിനക്ക് നിർബന്ധമാണ്. വലിസൗജിക അലൈക ഹഖ, നിന്റെ ഭർത്താവിനോടും നിന്റെ ഭാര്യയോടും നിനക്ക് ബാധ്യതയുണ്ട്. അബൂദർദ, ഭാര്യയുടെ വെറും ഭക്ഷണം കൊടുക്കുക എന്ന് മാത്രമല്ല, അല്ലെങ്കിൽ സുഭിക്ഷമായ കാര്യങ്ങൾ, അവർക്ക് ഭൗതികമായ സാഹചര്യങ്ങൾ ഒരുക്കി കൊടുക്കുക എന്ന് മാത്രമല്ല, നിന്റെ ഭാര്യയോടുള്ള കടമകൾ എന്തൊക്കെയാണെന്ന് തിരിച്ചറിഞ്ഞ് നീ അത് പ്രവർത്തിക്കണം. അബൂദർദ റളിയല്ലാഹു തആല അൻഹുവിനോട് അല്ലാഹുവിന്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, എന്നിട്ട് പറഞ്ഞു, ഫഅതി കുല്ലി ദി ഹഖ്ഖിൻ ഹഖ്ഖഹു, ഓരോ കടമകളും ഓരോരുത്തർക്കും അവകാശപ്പെട്ട അവർക്ക് നൽകേണ്ട കടമകൾ കൃത്യമായും അബൂദർദ നീ പാലിച്ചിരിക്കണം. അല്ലാഹുവിന്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു. ഈ ഹദീസിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം എന്ന് പറയുന്നത് കേവലം ഇബാദത്തുകൾ മാത്രം കൊണ്ട്, അല്ലെങ്കിൽ ഇബാദത്തിൽ ചടഞ്ഞു കൂടിയിരുന്നു ഉള്ള ഒരു ഇബാദത്ത് മാത്രമല്ല വിശുദ്ധ ഇസ്ലാം. നാം നമ്മുടെ ഭാര്യയ്ക്ക് വേണ്ടി ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടി, അധ്വാനത്തിന് വേണ്ടി ഇറങ്ങുന്നത് ഫീ സബീലില്ലാ, അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള ധർമ്മസമരത്തിന്റെ പ്രതിഫലമാണ്.
തന്റെ മക്കൾക്ക് വേണ്ടിയുള്ള നെട്ടോട്ടം, നമ്മുടെ കുടുംബകാര്യങ്ങൾ നോക്കാനുള്ള ജീവിത പ്രാരാബ്ദങ്ങൾക്ക് വേണ്ടിയുള്ള ഓട്ടം, അതൊക്കെ ഇബാദത്തായിട്ടാണ് വിശുദ്ധ ഇസ്ലാം നമ്മോട് കൽപ്പിച്ചത്. അങ്ങനെ നമ്മുടെ ജീവിതത്തിന്റെ മുഴുവൻ കാര്യങ്ങളും വെറും ഇബാദത്തും തസ്ബീഹും മാത്രമല്ല, അള്ളാഹുവിനോട് നമസ്കാരവും ഇബാദത്തും നോമ്പ് മാത്രമല്ല ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ ആരാധനകളായിട്ട് കടന്നു വരുന്നത്. അള്ളാഹുവിന്റെ കൽപ്പനകൾ എന്തൊക്കെയാണോ ആ കൽപ്പനകൾ പരിപൂർണമായും അനുസരിക്കുകയും അള്ളാഹുവിന്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മോട് പഠിപ്പിച്ച പരിശുദ്ധമായ ചര്യകൾ നമ്മുടെ ജീവിതത്തിലേക്ക് ചേർത്ത് വെക്കുകയും ചെയ്യുമ്പോഴാണ് ഒരു വിശ്വാസിയായി തീരുന്നത്. അല്ലാഹു തആല അത്തരത്തിൽ എല്ലാ കടമകളും പാലിച്ച് നാളെ റബ്ബിന്റെ അടുക്കലേക്ക് എത്തി സ്വർഗ്ഗനിവാസികളിൽ പെടുന്ന ഉത്തമ മുത്തഖീങ്ങളിൽ നാം ഏവരെയും അല്ലാഹു തആല ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വാഖിറു ദഅ്വാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.